പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഏപ്രിൽ 25 ശനിയാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥത ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരിയുകയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ,
ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥതയിൽ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാശ്രേഷ്ഠ നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ അച്ഛനായിട്ട് 40 കൊല്ലമായെന്ന് ഞാൻ നിങ്ങളോട് പറയാം. പക്ഷേ 40 കൊല്ലം ആകുമ്പോൾ ചില സമയത്തൊക്കെ ഞാൻ എൻ്റെ ഇടവക ജീവിത കാലത്ത് ഉണ്ടായ 1-2 അനുഭവങ്ങൾ ഓർക്കുമ്പോഴേ ഞാൻ അങ്ങനെയാണ് ഈ ശുശ്രൂഷ കർത്താവിലേക്ക് ഒന്ന് പിടിച്ചു മേടിച്ചതാണ്. ഞാൻ ഒരു ഇടവക കൊച്ചച്ഛനും ഇടവക വികാരിയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഈ ജനം നമ്മളുടെ കൂടെ അവർ എല്ലാ കൂദാശകളും ഒക്കെ അനുസ്മരിച്ചും അനുഷ്ഠിച്ചും എല്ലാ ഞായറാഴ്ചകളിലും തന്നെ അവർ ദേവാലയത്തിൽ വരികയും കർത്താവിനെ സ്വീകരിക്കുകയൊക്കെ ചെയ്യുമ്പോഴും ഈ ജനം ഈ അനുഷ്ഠാനക്രമങ്ങളിൽ അഭിരമിക്കുന്ന ഒരു ആശ്വാസം കണ്ടെത്തുന്ന ഒരു ജനമായിട്ട് എനിക്ക് ചില സമയത്ത് തോന്നി. കാര്യം അവിടെ ഉള്ളിലോട്ട് ക്രിസ്തു എല്ലാവരും അല്ല, നല്ല മാന്യം മര്യാദ കത്തോലിക്കാനായിട്ട് ജീവിച്ച് ലോകത്തേക്ക് കിടക്കുന്ന ഒത്തിരി മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാലും അങ്ങനെ ഒത്തിരി മനുഷ്യർ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതെല്ലാം ഇങ്ങനെ വരണ്ടല്ലേ. ഒരു ദിവസം ഞാൻ റോഡിൽ നിൽക്കുമ്പോഴേ ഒരാൾ ഒരു ഒറ്റക്ക് കൊടിയും പിടിച്ച്, ഒരു ചുവപ്പ് കൊടിയും പിടിച്ച് ഒറ്റക്ക് റോഡിൽ കൂടി വന്നു. അപ്പോൾ ഒന്നാമത്തെ ആ കാലം 87 കാലമാണ്. ഭയങ്കര രാഷ്ട്രീയ കേരളത്തിൽ പിന്നീടുണ്ടായിരുന്നുള്ള എല്ലാ രാഷ്ട്രീയ മാറ്റങ്ങൾക്കും ഡിസിസീവ് പോയിൻ്റായിരുന്ന ഒരു കാലമാണ് 87 എന്ന് പറയുന്നത്. അപ്പോൾ ഇയാൾ ഒറ്റയ്ക്ക് കൊടിയും പിടിച്ച് വന്നപ്പോൾ ഇയാൾക്ക് പരിചയം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ റോഡിൽ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് റോഡിൻ്റെ അരികിൽ ഞാൻ പറഞ്ഞു, ചേട്ടാ എവിടെ പോയി, എന്താ പരിപാടിയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ഞാനൊരു സ്ഥലത്ത് പോയതാണ് വെച്ചാ. അപ്പോൾ പുള്ളി മത്സ്യത്തൊഴിലാളിയാണ്. എൻ്റെ വള്ളത്തിനെ ആരാണ്ട് എറണംകെട്ട എന്നാണ് പറഞ്ഞത്. അവരുടെ കടപ്പുറത്തെ ഒരു ലാംഗ്വേജാണ് എറണംകെട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാപം പിടിച്ചവൻ്റെ. വള്ളത്തിൽ മുട്ടി എനിക്കിപ്പോൾ പണിയൊന്നും കിട്ടേണ്ടില്ല. അതുകൊണ്ട് ഞാൻ ഒരു സ്ഥലത്ത് പോയി ഒരു കൊടിയൊക്കെ വെഞ്ചരിപ്പിച്ചെടുത്തുകൊണ്ട് കൊടിയൊക്കെ വാങ്ങിച്ചെടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. അവിടെ എന്താ പരിപാടിയൊക്കെ ചെയ്ത് ആ കൊടി വെച്ച് കെട്ടുമ്പോൾ തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമെന്നുള്ളത് പുള്ളിയുടെ ഒരു വിശ്വാസമാണ്. വേറൊരു ഇടവക ഇരുന്നപ്പോൾ അത് എൻ്റെ ഒരു ഉറ്റ ബന്ധുവാണ്, രക്തബന്ധമുള്ള ആളാണ്. അവിടെ വീട്ടിൽ ചെന്നപ്പോൾ അവർ പറയണം, അവരുടെ വീട്ടിൽ കുറേ മരങ്ങളുണ്ട്. അപ്പോൾ ആ മരങ്ങളെ വേറെ ഒരു വീട്ടുകാരുടെ വീട്ടിലെ ഒരു പ്രായം ചെന്ന അവിടെ അയൽവാസികളുടെ വീട്ടിൽ പ്രായം ചെന്ന വല്യമ്മച്ചുണ്ട്. അപ്പോൾ പ്രായം ചെന്ന് വല്യമ്മച്ചി എവിടെയെങ്കിലും പോകുമ്പോൾ ഇവർക്ക് കൊണ്ടുവന്ന് ഓരോ മരങ്ങൾ കൊടുക്കും. അപ്പോൾ ഇപ്പോൾ 10-25 കൊല്ലമായിട്ട് നമുക്ക് ലോകബാങ്കിൽ നിന്നും അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഭൗമ ഉച്ചകോടിയിൽ നിന്നൊക്കെ ഫണ്ട് മുടക്കിയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ മരങ്ങൾ വെക്കുന്നുണ്ട്. അപ്പം അതുപോലെ പലയിടത്ത് ചെല്ലുമ്പോൾ വനംവകുപ്പ് മരം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കൊടുക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല. അപ്പോൾ മരം കൊണ്ടുവന്ന് ചെടുത്തി കൊടുക്കും. ഇവിടെയൊക്കെ അവിടെ കുഴിച്ച് വെച്ച് അവിടെ കുഴിച്ച് വെക്കുക ഇവിടെ കുഴിച്ച് വെക്കുന്നത് മുത്തിയാമ്മ പറയും. പിന്നെ രസം വെച്ചാൽ ഇപ്പം 2 വീട്ടിൽ നിറച്ച കാട് പോലെ മരം. അപ്പോൾ എന്താ സംഭവിച്ചാൽ ഇവർ ഭൂലോക അന്ധവിശ്വാസിയാണ് ഈ മുത്തിയമ്മ. മുത്തിയമ്മയുടെ കണക്കനുസരിച്ച് അവരുടെ വീട്ടിൽ നിൽക്കുന്ന മരത്തിൻ്റെ ബദൽ മരം ഈ വീട്ടിലുണ്ടായാൽ മാത്രമേ അവർക്ക് ഐശ്വര്യം ഉണ്ടാകത്തുള്ളൂ. അതിനു വേണ്ടിയാണ് അവർ ഈ മരം ഇവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. ഇവർക്കതറിയത്തില്ലേ, ഇവരൊക്കെ വെപ്പിക്കണം മരം. ഇവർ മരം വെച്ച് കൊണ്ടുണ്ട്. അവർ പറയും ഇന്ന മരം വെക്കാന്നൊക്കെ പറയും. എന്നിട്ട് ഇവിടെ വല്ല മരവും ഇവർ കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ബദൽ മരം, അതിൻ്റെ ദോഷം അവർക്കൊക്കെ ആയിരിക്കാൻ വേണ്ടി അതിൻ്റെ ബദൽ മരം അവർ കൊണ്ടുവന്ന് വെക്കും. അങ്ങനെ വന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മരം വെച്ച് അപ്പോൾ ഈ മനുഷ്യന്മാരുടെ ഇരുട്ടും കയറി കാടും പിടിച്ച് കിടക്കുന്ന ഒരവസ്ഥ. ഇതൊരു തരം വിശ്വാസമാണ് ശരിക്കും പറഞ്ഞത്.
അതൊരു തരം വിശ്വാസം. ഇത് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിന് മുമ്പ് ഇതുപോലെ പ്രാകൃതമായ കുറേ വിശ്വാസങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇതിന് അന്ധവിശ്വാസം എന്ന് പറയണത് നമ്മൾ, അതായത് ഓരോരോ തരത്തിലുള്ള, ഇതിൻ്റെ കുറച്ച് ആരോഗ്യശാസ്ത്രം ഉണ്ട് ഇതിൻ്റെ അകത്ത്, അത് വേറെ അത് അതിൻ്റെ ലെവൽ, ആ ആരോഗ്യശാസ്ത്രം തണലിൽ അന്ധവിശ്വാസം കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അതെന്തും ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണമേ, നിങ്ങൾ പലതരം വിശ്വാസങ്ങൾ, ഇപ്പോൾ വേറൊരു വീട്ടിൽ ചെന്നപ്പോൾ അത് പുതിയ താമസക്കാരാണ്, അവരെങ്ങും മലബാറിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കുക. അവിടെ വീട്ടിൽ ചെന്നപ്പോൾ മരുമകൾ എന്നോട് പറയണേ, എൻ്റെ അമ്മയുടെ പരിപാടി ഇടക്കും തലക്കൊക്കെ ഈ അലമാരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കണതാണ്. അപ്പം അമ്മയോട് ചോദിക്കുമ്പോൾ ചില സമയത്ത് അലമാരി തെക്കോട്ട് വെക്കും, തെക്കോട്ടിടുന്ന അലമാരി പടിഞ്ഞോട്ടെടുത്ത് തിരിച്ചു വെക്കും. അപ്പോൾ അമ്മ എന്താ പറയണത്, ഇവിടെ കാശിരിക്കണില്ല കൊച്ചെന്നാണ് പറയണത്. അതിന് അലമാരി മാറ്റി നടക്കണതാണ് ഈ തള്ളയുടെ പരിപാടി. ഇവരുമൊക്കെ ഇങ്ങനെ പള്ളി വന്ന് കുമ്പിട്ട് കിടന്ന് തലകുത്തി മറിഞ്ഞ് കുമ്പസാരിക്കുകയും കുർബാനസയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഉള്ളി മുഴുവനും ഇതുപോലെയുള്ള പ്രാക്കപ്പെട്ട ക്രിസ്തുവിന് ഒരു വിലയുമില്ലാത്ത അന്ധവിശ്വാസങ്ങളാണ്. അത് പകുതി മുക്കാലും ആണുങ്ങളിലും ഉണ്ട്, തലമൂത്ത ചേർത്തിമാരുടെ കയ്യിൽ കൂടുതലുണ്ട് ഈ വിഷയം. ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ചപ്പോൾ കുറച്ചൊന്ന് കുടുംബത്തിലൊരു വെളിച്ചം കയറിയിട്ടുണ്ട്. പക്ഷേ അവന്മാരൊക്കെ ചിലതിങ്ങനെ സുവിശേഷ കാര്യത്തിലും വിശ്വാസം കമ്മിയാണ്. അത് വേറൊരു അപകടമാണ്. ഞാൻ ഇതൊക്കെ പറഞ്ഞതിൻ്റെ കാരണം എത്രയാണ്, ഈ ക്രിസ്തുവിൻ്റെ മുഴുവനും ഇപ്പം ഈശോൻ്റെ വാക്കുകളെല്ലാം ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ കടക്കൽ കത്തിവെച്ചിട്ട് മനുഷ്യനെ ഡെലിവറി ചെയ്യുന്ന വാക്കുകളാണ്. പക്ഷെ എന്താ പറയണത്, ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു. ആ ഒരു ബോധം നമുക്കുണ്ടാകും. ക്രിസ്തുവിനെ നീ സ്വീകരിച്ചു കഴിഞ്ഞാൽ നീ എല്ലാ വിധത്തിലുള്ള ഓമൻസും സഗുണങ്ങളും എല്ലാത്തിനും നീ കീഴടക്കുകയാണ്. ഒന്ന് കുറച്ച് 15-20 എടുത്തേ. ദൈവം സമസ്തവും അധീനമാക്കി തന്റെ പാദത്തിന് കീഴാക്കിയിരിക്കുന്നു. അപ്പം സമസ്തവുമാണ്. അതുകൊണ്ടാണ് പരിച്ഛേദന അപരിച്ഛേദനൊന്നുമല്ല, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയായിരിക്കണം എന്ന് പറഞ്ഞത്. അപ്പം ക്രിസ്തുവിൻ്റെ പേരിൽ ഒരു ബന്ധം ചെയ്തിട്ട് നടക്കുകയും ചെയ്യും. പഴയ സൃഷ്ടിയേക്കാൾ പുകുടന്മാരായിട്ട് ജീവിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് കുടുംബങ്ങളിലുള്ളത്. 2 Corinthians 5:17 ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. അതാണ് ക്രിസ്തുവിലായിരിക്കും. അപ്പം നിങ്ങൾ പഴയ സൃഷ്ടിയാണെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിലല്ല. അതാണ് വിഷയം. നിങ്ങൾ പഴയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അന്ധവിശ്വാസങ്ങളും മരങ്ങളും നിങ്ങൾ കാലങ്ങളും ഋതുക്കളും ആചരിക്കുന്ന പോലും സുവിശേഷത നിങ്ങൾ വ്യർത്ഥമാക്കിയില്ലെന്ന് ചോദിക്കുന്നത്. ഗലാത്യർ 4:10 നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും ഋതുക്കളും വർഷങ്ങളും ആചരിക്കുന്ന പോലും നിങ്ങളുടെ ഇടയിൽ ഞാൻ അധ്വാനിച്ചത് വൃഥാവിലായോ എന്ന് സുവിശേഷത്തെ വൃഥാവിലാക്കിക്കൊണ്ട് ഇപ്പൊ കല്യാണം ഇറങ്ങാനുള്ള സമയമാണ്. നമുക്ക് ക്രിസ്ത്യൻസിന് വല്ല സമയമുണ്ടാ, പ്രാർത്ഥന തീരുന്ന സമയത്ത് നമ്മൾ ഇറങ്ങും. അപ്പം കുറേ ദുർക്കിളവന്മാർ അവിടെ നിന്നിട്ട് പെയ്തും പെരക്കും തോന്നിയ വശമൊക്കെ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തു എന്താണെന്ന് അറിയത്തില്ല. ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ജീവിതത്തിലുണ്ടാകുന്ന സുവിശേഷവിഹിതമായ പുനഃക്രമീകരണം എന്താണെന്ന് അറിയത്തില്ല. ഇവർക്കുമാർക്ക് ക്രിസ്തുവിന് വിശ്വാസമില്ല. എന്നിട്ട് വേഷം കെട്ടി ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് നടക്കുകയും ചെയ്യും. എൻ്റെ ദൈവവേദനയെ നിനക്ക് ക്രിസ്തുവിൻ്റെ കൂടെ ലോകത്തെ ജയിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ അലബലാതി വിശ്വാസങ്ങളെല്ലാം നീ വൈപ്പ് ഔട്ട് ചെയ്ത് കളയണം. അപ്പം പടിപടിയായിട്ട് ക്രിസ്തുവിൽ വളരുകയും നമ്മൾ ജീവിതത്തെയും ലോകത്തെയും ജയിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.